തിരിച്ചും ഉറപ്പായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട റൂട്ടാണ് കേട്ടോ ഇത്. ജസ്റ്റ് ലുക്ക് അറ്റ് ദ വ്യൂ. Fuck man. Yeah, okay, from Kochi. Kochi. Yeah. താളം പിടിച്ചാ പോന്നെ. What's up people? Okay, കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ അതിൻ്റെ ബാക്കിയാണ്. ഞാൻ വീഡിയോ അത്ര ലെങ്തി ആയി പോയതുകൊണ്ടാണ് ഇത് 2 പാർട്ടാക്കിയിട്ടത്. അല്ലെങ്കിൽ ഒരു പാർട്ടാക്കിയാൽ മതിയായിരുന്നു. റൂട്ട് വിഷയം റൂട്ട് കേട്ടോ. റൂട്ട് ഒരു രക്ഷയില്ല. സെറ്റ് റൂട്ടാ. ഭയങ്കര ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പും കാര്യങ്ങളല്ല. എന്ന് വെച്ചാൽ ഇത്രയും ദൂരം നമ്മൾ വന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷേങ്കിൽ ഇവിടെ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ്, ഭയങ്കര ഓപ്പൺ അപ്പ് ആയിട്ടുള്ള സ്ഥലമാണ്. അത്രയും വൈഡ് വ്യൂ കിട്ടുന്നുണ്ട് നമുക്ക്. മലകളും ടീ പ്ലാന്റേഷനും അതിലിങ്ങനെ കോട ഇങ്ങനെ മൂടി നിൽക്കുന്നതും നല്ല അടിപൊളി വ്യൂ. ദൂരം കൂടുന്നതിനനുസരിച്ചിട്ട് ഭംഗി കൂടി വരും കേട്ടോ. ഫ്രണ്ടിലത്തെ വ്യൂ നോക്കി. എൻ്റെ പൊന്നെ, ഈ റൂട്ട് ഞാൻ പൊള്ളാച്ചി റൂട്ട് എടുത്തത് എനിക്ക് 100% പുറത്തോ. നമ്മളെല്ലാം ബൈക്ക് റൈഡൊക്കെ ഏത് ബൈക്കാണെങ്കിലും കുറച്ചധികം സമയം റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ടയേർഡാവും. പക്ഷെ നമ്മുടെ ടയേർഡ്നെസ് മാറ്റാനായിട്ടാണ് ഈ നേച്ചർ ഇങ്ങനെ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഡെലിവർ ചെയ്യുന്നത്. പൊള്ളാച്ചി 55 കിലോമീറ്റർ ചോരാൻ തോന്നുന്നു പൊള്ളാച്ചിൻ്റെ. പൊള്ളാച്ചിയും പളനിയും എന്നെല്ലാം പറയുന്ന അടുത്തടുത്ത സ്ഥലമല്ലേ. പിന്നെ പളനി പോകാനുള്ള ത്രാണി എനക്കില്ല. റൈഡ് ചെയ്യുന്നതല്ല, പളനി പോയാൽ പിന്നെ ആ പളനി ടെമ്പിൾ കയറേണ്ടതെന്നല്ലോ. അത് കയറാനുള്ള കപ്പാസിറ്റി നിലവിലില്ല. ഒന്നാമത് ബൂട്ട് നനഞ്ഞിട്ട് കാല് കംപ്ലീറ്റ് വെറ്റായിട്ടുള്ള, അപ്പോൾ നല്ല വേദന ഉണ്ട് കാല് നടക്കുമ്പോൾ. Again and again. La 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 la. അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ ഇങ്ങനെയാ ഗൈസ്. ചില തീരുമാനങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഡെലിവർ ചെയ്യും, നമുക്ക് തരും. ചില തീരുമാനങ്ങളാണെങ്കിൽ ആകെ പാളിപ്പോവും. നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് ഇപ്പോൾ ഈ റൈഡ് തോന്നുന്നുണ്ട്. കാരണം അത്രയും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന നിങ്ങളും എൻജോയ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വണ്ടീൻ്റെ സൗണ്ടിലുണ്ടെന്ന് മാറി ഒരു സൗണ്ട് എക്സോസ്റ്റ് ആവുന്നതുകൊണ്ട് കൂടിയ പോലുണ്ട്. Na 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 na. ഫോഗ് ലൈറ്റ് ഓൺ ചെയ്യാം. ഫോഗ് വന്ന് എൻ്റെ അമ്മോ
Just look at it. ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് സൈഡാക്കി നിർത്താം കേട്ടോ. ഇപ്പോഴും ഒന്നും അങ്ങനെ ആനിമൽ പ്രശ്നങ്ങളൊന്നുള്ള സ്ഥലം എല്ലാം തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ബോർഡൊന്നും കണ്ടൊന്നുമില്ല. ആനിമൽസിൻ്റെ ക്രോസിങ്ങാ. ഇത് ഭയങ്കര സ്റ്റീപ്പല്ലേ, ഇറങ്ങാനും ചാൻസ് കുറവാ. ഓ ടൈഗർ ഉണ്ടല്ലോ, ടൈഗർ ഹെയർ പിന്നെ പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്ക് ടൈഗർ വേണ്ട, നിർത്തണ്ട. പക്ഷെ പറ്റിയാൽ നിർത്താം കേട്ടോ. കണ്ണ് കാണുന്നില്ലല്ലോ എൻ്റെ പൊന്ന്. ഞാനിത് ക്യാമറയിൽ കൂടെ കാണിച്ചു തന്നാലും എത്ര നിങ്ങൾക്ക് പ്രസംഗിച്ച് തന്നാലും നിങ്ങൾക്ക് ഫീല് കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടാണ്. ഗായ്സ്, വാൽപ്പാറ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചും ഉറപ്പായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട റൂട്ടാണ് കേട്ടോ ഇത്. പൊള്ളാച്ചി റൂട്ട് തിരിച്ചു പോകുമ്പോൾ. പക്ഷെ എൻ്റെ അമ്മോ, എനിക്ക് എവിടെയെങ്കിലും നിർത്തിയേ പറ്റുള്ളൂ. മാൻ, ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. Guys, this is something else. Wow. ഇവിടെ നിർത്താം. ഇവിടെ നിർത്താണ്ട് പോകുന്നത് ശരിയല്ല. ഇവിടെ അല്ലേ, നമുക്ക് അപ്പുറത്ത് നിർത്താം. Guys, just look at the view. Fuck. വ്യൂ ഒന്നും കാണാനല്ലേ, ഫ്രണ്ടിൽ മൊത്തം പൊടിയാ. കുറച്ച് ആൾക്കാർ ഇവിടുന്ന് വൈബ് അടിക്കുന്നുണ്ട്. എനിക്ക് കിതക്കുന്നത് തളർന്നിട്ടില്ല കേട്ടോ. എൻ്റെ അഡ്രിനാലിൻ റഷ് ഇപ്പം അത്രയും പീക്കിലാണ് കിടക്കുന്നത്. Fuck man. താളം പിടിച്ചാ പോകുന്ന. ആൾക്കാരൊക്കെ പതിയെ പോകുന്നത്. ബ്രോ, where are you from? Yeah, okay, from Kochi. Kochi. Yeah. Adirapalli. Now straight to Pollachi, then Palakkad, then home. Okay. Yeah. We are coming from Coimbatore, Pollachi, Valpara, Adirapalli, Palakkad, Coimbatore. Enjoy it, bro. Okay, bro. Best day. Sorry? Weekend riding? Just riding. I took the leave and just riding. Okay. You Yeah. also took the leave Yeah. to enjoy the climate, bro. Sure, bro. Okay, nice to meet you. Yeah. If you want, Sorry? Yeah, if you don't mind. photo is enough. Photo, yeah. இந்த கிளைமேட்ல எப்படிதான் இருந்தாலும் போர்ட்ரைட் மாதிரி இருக்கும். Zoom. Oof.
ബ്രോ. ഇവിടുന്ന് ഒരു കിടിലം മച്ചാനൊക്കെ ഉണ്ട്. ഇവരും നമ്മളെ പോലെ വൈബ് അടിക്കാൻ ഇറങ്ങിയതാ. ஓகே ப்ரோ, போதும். உங்களா குரூப் ஃபோட்டோ எடுக்கணுமா? எடுத்தா எல்லாரும்? ஓகே, தேங்க்யூ ப்ரோ, தேங்க்யூ ஸோ மச், தேங்க்யூ ஸோ மச், நைஸ் டு மீட் யூ. ഇതാണ് ആളുകൾ തമ്മിലുള്ള സ്നേഹം. കണ്ട, നമ്മൾ റൈഡ് പോകുമ്പോൾ നമുക്ക് ഇതേപോലുള്ള കുറേ മൊമെൻറ്റ്സ് കിട്ടും. ആൾക്കാർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. ബൈ ബ്രോ, ബൈ. സോ ഹാപ്പി. ലൈഫിൽ നമുക്ക് പല പ്രശ്നങ്ങളും പല ഫ്രസ്ട്രേഷൻസും പല സ്ട്രെസ്സും എല്ലാം ഉണ്ടാവും. ഒന്നും നോക്കണ്ട, നമ്മൾ ആർക്കും ഒരു ഗ്യാരണ്ടിയും കൊടുത്തില്ല നമ്മൾ എത്ര കാലം ജീവിക്കുന്നു, നമ്മൾ എന്ത് ലെവലിലേക്ക് ഏത് സിറ്റുവേഷനിലേക്ക് നമ്മളാവുന്നൊന്നും നമ്മൾ ആർക്കും ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ബൈക്കിനും നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഗിയേഴ്സിനും എല്ലാം നമുക്ക് ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ ലൈഫിനൊരു വാറണ്ടി ഇല്ല. ഇന്ന് കാണുന്നവർ നാളെ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ പറ്റാവുന്ന എല്ലാവരും ഇതേപോലുള്ള ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ആണെങ്കിൽ പോലും അത് ബ്യൂട്ടിഫുൾ ആകാൻ നോക്കുക. ഇതെനിക്ക് പറയാൻ തോന്നിയാൽ ഞാൻ അവരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി മൈൻഡ് ചെയ്തില്ല. കാരണം ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ട് ടൈപ്പാണ്. പക്ഷെ അവരിങ്ങോട്ട് വന്ന് എന്നെ മൈൻഡ് ചെയ്ത് പരിചയപ്പെട്ട് എവിടുന്നാണ് വരുന്നത് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഫോട്ടോ വേണമെന്നൊക്കെ ചോദിച്ച്. കാരണം സോളോ റൈഡാണല്ലോ. അതാണ് ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ് പീപ്പിൾ ആൻഡ് ബാഡ് വൺസ്. ഗൈസ്, ലിറ്ററലി I can't see anything. I am 90% ബ്ലൈൻഡ്. ഈ ഒരു 10% ഞാനിപ്പോൾ റൈഡ് ചെയ്യുന്നത്. 90% എനിക്ക് കാഴ്ച ഇല്ല. ഇപ്പോൾ ഒരു ഊഹം വെച്ചങ്ങ് പോവുക, അത്രയേ ഉള്ളൂ. ഗൈസ്, ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ ഈ റൂട്ട്. ഞാനിപ്പം പറയുന്ന ഒരു കാരണവശാലും ഈ റൂട്ട് മിസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ കൊച്ചിയിൽ നിന്നോ എറണാകുളത്തുനിന്നോ എവിടെ നിന്ന് വരികയാണെന്നുണ്ടെങ്കിലും അതിരപ്പള്ളി എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ എറണാകുളത്തും ഭാഗത്തേക്ക് ആ സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് പൊള്ളാച്ചി റൂട്ട് പിടിച്ച് പോകും. അടിപൊളി. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ, ഇതാണ് അവസ്ഥ. എക്സ്പീരിയൻസാണ്, മസ്റ്റ് എക്സ്പീരിയൻസ്. നമ്മളിപ്പോൾ നൈസായിട്ട് ഹെയർ പിന്നുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നൈസായിട്ട് വെയിൽ വന്ന് താഴെ നല്ല അടിപൊളി വ്യൂ ഉണ്ട്. കണ്ടോ, വ്യൂ കണ്ടോ? സെറ്റ് വ്യൂ അല്ലേ? ഗൈസ്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. പിന്നെ നമ്മുടെ ചാനൽ അങ്ങനെ മോണിറ്റൈസ് ആയിട്ടുണ്ട്. വൺസ് അഗൈൻ താങ്ക്സ് ടു യു ഗൈസ്. അത്രേ പറയാനുള്ളൂ. റൈഡിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിന് അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ എന്നെപ്പോലെ
തലക്ക് ഭ്രാന്ത് കയറിയ ആൾക്കാർക്ക് അത് ശരിക്കും പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. സഡനായിട്ട് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻ്റ് അത്. നമ്മൾ പെട്രോൾ അടിച്ചിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് ഹാപ്പിനെസ് ആയിട്ട് അത് ഡെലിവറി ചെയ്യും തിരിച്ച്. അത്രയുള്ള വ്യത്യാസം. പറയുന്നത് ഊളത്തരാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എനിക്കെൻ്റെ മൈൻഡിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. ഈ റൂട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മറ്റേ സത്യമംഗലം വഴി വന്നില്ലേ, ആ ഒരു വൈബ് ഈ തമിഴ്നാട്ടിലുള്ള ഈ ഒരു പൊള്ളാച്ചിക്ക് പോകുന്ന ഈ ചുരം ഇറങ്ങുമ്പോൾ. പെട്രോൾ ഇപ്പോഴും ഹാഫ് ടാങ്കിൻ്റെ മുകളിലുണ്ട്. 250 കിലോമീറ്ററും കൂടി ഫ്യൂൽ റേഞ്ച് കാണുന്നുണ്ട്. മൈലേജ് നമുക്കൊരു 28.9 കിട്ടി. നല്ല മൈലേജാണ് അപ്പോൾ. കാരണം കംപ്ലീറ്റ് ഹില്ലല്ലേ ഡ്രൈവ് ചെയ്തിരുന്ന്. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയിൻ ലൂബ് ചെയ്തിട്ടൊരു 200-300 കിലോമീറ്റർ ഓടി. പക്ഷേ ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയ കേസ് പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ, അതുകൊണ്ട് ചെയിൻ ലൂബ് എടുക്കാൻ മറന്നുപോയി. അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയിൻ ലൂബ് ചെയ്യായിരുന്നു. സീനൊന്നുമില്ല, ചെയിനല്ല ഗൈസ്. വെയിലും പിന്നെ നല്ല ഒടുക്കത്തെ കാറ്റുണ്ട് കേട്ടോ. അതെനിക്ക് മനസ്സിലാകുന്നില്ല അത് സംഭവം ഒന്ന്. 40 ഹെയർ പിൻ ഉണ്ട്, 23 ആയി. 23 ബാക്കിയുണ്ടെന്നാണോ അല്ലെങ്കിൽ 23 ആയി എന്നാണോ നോക്കട്ടെ, അടുത്ത ബെൻഡ് വരുമ്പോൾ നോക്കാം. ജാക്കറ്റും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഡ്രൈ ആയിട്ടാ. പാൻറ്റൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി. ഗ്ലൗസും ബൂട്ടും കൂടി ഡ്രൈ ആയ സമാധാനമായി. ദിസ് ഈസ് ദി അതർ ഫേസ് ഓഫ് തമിഴ്നാട്. നല്ല വെയിലും ചൂടും. കുറയായിരുന്നു. ഇനി 22 ഹെയർ പിന്ന് ബാക്കി ഉണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. 40 ഹെയർ പിൻ ഉണ്ട് ടോട്ടൽ. അതിൽ നമ്മൾ 18 ഹെയർ പിൻ ഇറങ്ങി. ഇനി 22 ഹെയർ പിൻ ബാക്കി. നല്ല വീതിയുള്ള ചുരം കേട്ടോ. റോഡും നല്ല റോഡ്, സീനൊന്നുമില്ല. ഏതായാലും കുറച്ച് ദൂരം ഒന്ന് ഓടി പിടിക്കട്ടെ ഗൈസ്. അങ്ങനെ സ്കൈയും കാര്യങ്ങളെല്ലാം നല്ല തെളിഞ്ഞ് ചെറുതായി തണുപ്പൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പൊള്ളാച്ചി ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. തണുപ്പ് പോയാലും വെയിൽ വന്നാലൊന്നും ഇതിൻ്റെ ബ്യൂട്ടിക്ക് ഒരു കുറവുമില്ല കേട്ടോ. അപ്പുറത്തെ വ്യൂ ഉണ്ടോ? ഇനി ഇതെല്ലാം ഡ്രൈ ആവട്ടെ വെയിൽ കൊണ്ടിട്ട്. ഇതാണ് ആനക്കട്ടി, അല്ല അട്ടക്കട്ടി. അഡ്വാൻസ്ഡ് വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് സെൻറ്റർ അട്ടക്കട്ടി, പൊള്ളാച്ചി 36. ഹോൺബിൽ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. ആനമലൈ ടൈഗർ റിസർവ് എന്നാണ് അവിടെ ബോർഡ് ഉണ്ട്. ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് നേരത്തെ. ആ തണുപ്പ് മൊത്തം അങ്ങ് പോയിക്കില്ല കേട്ടോ. ഇനി 16 ഹെയർ പിന്നും കൂടി ഇറങ്ങാനുണ്ട് എന്നാണ് പറയുന്നത്. അട്ടക്കട്ടി, കാട്ടുപുട്ടി. ഇതെല്ലാം ഫോറസ്റ്റ് റേഞ്ച് ആട്ടാ. വേറെ തന്നെ ഒരു ഫോറസ്റ്റ്, ഫുള്ളൊരു കരിയില നിറഞ്ഞ ഫോറസ്റ്റ്. ക്ലൈമറ്റ് പിന്നെയും മാറിയാ അതുകൊള്ളാലോ. അവിടെ ഒരു വ്യൂ ഉണ്ട്. അവിടെ ഞാൻ എന്തായാലും നിർത്തി കാണിച്ചു തരാം.
ഇവിടുത്തെ വ്യൂ കണ്ടോ? എവിടെ പോയി? ഇതാ താഴെന്നൊക്കെ വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. അതേതോ പാറയാ താഴെയുള്ള, അതിൻ്റെ മേലെയാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ എന്തോ ഒരു ഡാം പോലത്തെ സെറ്റപ്പ് കാണുന്നുണ്ട്, വലിയൊരു പുഴ കാണുന്നുണ്ട്. കൊള്ളാം. ഓ എന്തൊരു ലാൻഡ്സ്കേപ്പല്ലേ! കണ്ണെത്താത്ത ദൂരത്ത് ഒരു അങ്ങുള്ള സംഭവം വരെ കാണുന്നുണ്ട്. ചിലപ്പോൾ ആ ടൗണിലൊക്കെ എത്തണമെങ്കിൽ ഒരു 10-50 കിലോമീറ്റർ ഓടേണ്ടി വരും തോന്നുന്നു, അത്രയും ദൂരമുണ്ട്. അതാ ആ വ്യൂ ആണ് നമ്മളിപ്പോൾ ഇവിടുന്നേ കാണുന്നത്. എന്തായാലും ഇവിടെയൊക്കെ നല്ല വെയിലാണ് ഇനി താഴോട്ടേക്ക്. ആ കാര്യം ഈ ഒരു വ്യൂ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നമ്മളിപ്പോൾ ഇതിൻ്റെ മേലെയാണ് കയറി നിന്നിട്ട് ഈ സൈഡും താഴെ ഇറങ്ങാം. ഹെയർ പിന്നാണിത്. ഇനി 14 ഹെയർ പിൻ നോക്കിയിട്ടുണ്ട് നമ്മളെ വണ്ടി. മൊത്തത്തിൽ സെറ്റാ. പോലീസുകാരനല്ല പോയത്, ഞാൻ എന്നെ കാണിച്ചത് കണ്ണാടിയിൽ. കണ്ട അട്ടക്കട്ടി, കുട്ടപ്പട്ടി, എന്തൊക്കെ പേരാല്ലേ. 4 ആളാ പോകുന്ന സ്കൂട്ടറിൽ, കുഞ്ഞുങ്ങളടക്കം. നല്ല വെയില. അല്ല ലോറി വരുന്ന, ലോറിയാ ബസ്സാ എന്തോ വരുന്നുണ്ട്, അതിൻ്റെ മുന്നേ പോവാ. ലോറി ലെറ്റ്സ് ഗോ. ഒരു പൂങ്കാവനം. ഗായ്സ് ഇതെന്താ സംഭവം? അടിപൊളി ഒരു പാറക്കെട്ടിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലം. പൊളി. കുരങ്ങനും മക്കളും. കുരങ്ങ ഇവിടെ കുട്ടിക്കൊരങ്ങ. എടുക്കാൻ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അപ്പം അത് കൊടുത്ത് ഓടിക്കളി. ചെറ്റകളാവൂ. ഇതെന്താ ഗുഹ? കൂറ്റം പാറയാട്ടെ ഇതെല്ലാം. കുറച്ച് സമയം ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് പോകാം. റെസ്റ്റ് എടുക്കാനായിട്ടൊന്നുമില്ല, എന്നാലും ഒന്ന് നിർത്തിയിട്ട് പോവാം. കാറ്റടിക്കുമ്പം മറ്റേ വണ്ടി വരുന്ന പോലുണ്ട്. അപ്പുറത്തുള്ള വ്യൂ കണ്ട. ഓ താഴെ നോക്ക്, റോഡ് പോകുന്നുണ്ട് ഇങ്ങനെ വളഞ്ഞ്. നമ്മൾ മേലെ നിന്ന് കണ്ട ഡാമാണ് അങ്ങാ കിടക്കുന്നത്, ആ കാണുന്നത്. ഈ ഗ്ലൗസ് ഇട്ടിട്ട് എൻ്റെ കൈ കണ്ട കരിഞ്ഞു പോയി. ലെതർ ഗ്ലൗസ് മഴത്തിട്ടുള്ള പ്രശ്നം ഇത്. പൈസ ഒരു വെറൈറ്റി കുരങ്ങനെ കാണിച്ചിട്ടെ. നമ്മൾ സാധാരണ കാണുന്ന കുരങ്ങനല്ല ഇത്. എന്താ മൊത്തി കറുത്തിട്ട് സിംഹവാലം കുരങ്ങൻ എന്നാ പറയുക ഇതിന്. അങ്ങനെ നമ്മൾ ഹെയർ പിന്ന് കംപ്ലീറ്റ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യാം നമുക്ക്. ഓക്കെ, ഇതെന്താണാവോ സംഭവം?
അമ്പലം ഒരു വിഗ്രഹം മാത്രമേ ഉള്ളൂ അവിടെ. പോലീസുകാരനെ ഇരിക്കുന്നുണ്ട്. ഓ എന്ത് വലിയ പാറയാ നോക്കിയാ തങ്ങി നിൽക്കുന്ന. ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ത്രില്ലായിട്ടുള്ള കുറച്ച് റോഡാണ് ഇനിയിപ്പം മുമ്പിലുള്ളതെന്ന് തോന്നുന്നുണ്ട്. കാരണം നല്ല ലോങ് സ്ട്രെച്ച്, അതേപോലെ തന്നെ കോർണർ അടിക്കാൻ പറ്റിയ റോഡുകൾ കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് ഈ ഹമ്പുണ്ട്, അതാണ് ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം. പൊള്ളാച്ചിക്ക് 24 കിലോമീറ്ററാണ് കാണുന്നത്, 24 കിലോമീറ്റർ. അപ്പം അത്ര ദൂരമൊന്നുമില്ലല്ലേ. പൊള്ളാച്ചി കയറിയ പിന്നെ മറ്റേ ഹൈവേ ആണെന്ന് തോന്നുന്നു. അങ്ങ് ഉണ്ടോ അതെന്ത് സംഭവം? ഡാമാന്ന് തോന്നുന്നു, അല്ലേ എന്തോ ചെറിയ ഡാമാന്ന് തോന്നുന്നു. പക്ഷെ നല്ല അടിപൊളി വ്യൂ. ഓ മാൻ ഒടുക്കത്തെ ചൂട് വന്നിട്ടാ. നല്ല ചൂടിപ്പം കുത്തുന്നുണ്ട്, കുത്തിപ്പറിക്കുന്ന ചൂടുണ്ട് ഇപ്പോൾ ഇവിടെ. എന്താണാവോ? താങ്ക് യു വിസിറ്റ് ഒക്കെ കൈയൊന്നും കാണിച്ചില്ല. പൊള്ളാച്ചിക്ക് 21 കിലോമീറ്റർ. പക്ഷെ റോഡ് നോക്കുക ഗൈസ്, ആരും ഒന്ന് കൈ കൊടുത്തു പോയി ഈ റോഡ് കണ്ടാലും. ഇടക്കിടക്ക് ഇവന്മാർ ഈ അമ്പ് കൊണ്ട് വെച്ചേക്ക്, വൃത്തികെട്ട അമ്പ്. നമ്മളെ കേരളത്തിൽ ഹമ്പില്ല, പക്ഷെ ഹമ്പിന്റെ ആവശ്യമില്ല. കേരളത്തിലെ റോഡ് കൊണ്ടും പോയി വരുന്നത്. ഇവിടുത്തെ റോഡ് നല്ലതാണ്, അതുകൊണ്ട് ഹമ്പുണ്ട്. ഗായ്സ് ഇത് ഏതോ ഗ്രാമത്തിൽ കൂടിയുള്ള വഴിയാട്ടാ. നല്ല രസമുണ്ട്, കുറേ അമ്പുണ്ടെന്നേ ഉള്ളൂ. നല്ല കാറ്റുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഇതേപോലത്തെ അമ്പലം കണ്ട ഭയങ്കര രസമാണ് ഇത് കാണാൻ. ഗണപതിൻ്റെ അമ്പലം തോന്നുന്നത്. ഇതാ ഗണപതി, ഉള്ളിൽ വേറെ ദൈവത്തിൻ്റെ ഫോട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കാദർ ബിരിയാണി എന്നൊരു ബിരിയാണിയും കഴിച്ച് പോവാം. ഷോപ്പിൻ്റെ പേരാണ് കാദർ ബിരിയാണി. കാദറാവോ ഞാൻ കഴിച്ചത്? ആ നോക്കാം. ഏതായാലും രാവിലെ മര്യാദക്കുള്ള ഫുഡൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ട് ഒരു സംസാരം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ബിരിയാണിയിൽ ഒടുക്കത്തെ ഡാൽഡയാന്ന് തോന്നുന്നു, ഭയങ്കര ഓയിൽ. അങ്ങ് ഇരുന്ന് പോയി. ഫുള്ള് കഴിക്കാൻ പറ്റില്ല, കുറച്ച് കഴിച്ചിട്ട് ബാക്കി വെച്ച്. ചിക്കനെല്ലാം ഒരു മരം പോലെ, പക്ഷേ ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. ചിക്കനൊന്നും നമ്മളെ ബിരിയാണീൻ്റെ അടുത്തൊന്നും വെക്കാൻ പറ്റൂല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. റൈസ് നല്ല ഫ്ലേവറായി ഇവരുടെ. ഗൈസ് നമ്മൾ ഗണപതി പാളയം എന്ന് പറഞ്ഞ ഒരു സ്ഥലം എത്തി. ഗണപതി പാളയം ഇത് കേരള തമിഴ്നാട് ബോർഡറിൻ്റെ അടുത്താണ് ഈ സ്ഥലം. നല്ലൊരു സ്ഥലം, കുറെ തെങ്ങ് കൃഷിയായിട്ടാ തോന്നുന്നു. കുറച്ചുകൂടി ദൂരം പോയാൽ കേരളം എത്തി. നമ്മൾ എന്നിട്ട് നേരെ കൊല്ലങ്കോട് റൂട്ട് വഴിയാ പോകുന്നത്. നമ്മളിപ്പോ കേരള കയറിയിട്ടാ. ജസ്റ്റ് ബേക്കിലൊരു ഭയങ്കര ചെറിയൊരു ചെക്ക് പോസ്റ്റ് പോലെ തോന്നിയേയില്ല ആ ഭാഗത്ത്. ഒരു ഗേറ്റോ കാര്യങ്ങളൊന്നുമില്ല. കേരളത്തിൽ കയറി അവസാനം കുറച്ച് ദൂരേ തമിഴ്നാടുള്ളൂ. അപ്പോൾ കേരളത്തിൽ കയറിയാലും മൊത്തം തമിഴന്മാർ തന്നെയാന്ന് തോന്നുന്നു ഇവിടെയുള്ളൂ. പാലക്കാട് ഇനി 137 കിലോമീറ്ററും കൂടി ഉണ്ട്. വൈകുന്നേരം 5:20 നാട് പിടിക്കാന്നാണ് മാപ്പ് പറയുന്നത്. മാപ്പ് പിന്നെ എപ്പോൾ എന്ത് പറഞ്ഞാലും അത് കറക്റ്റ് ആയിരിക്കുമല്ലോ.
നമ്മൾ മുതലമട എത്തി. മുതലമട ഇതിൽ എവിടെയല്ലോ കേട്ട് പരിചയമുള്ള പേര് പോലുണ്ട്. മുതലമട TV തന്നെ ആയിരിക്കും കേട്ട്. നമ്മളിപ്പോൾ കൊല്ലങ്കോട് എത്തി. കൊല്ലങ്കോട് ഇത് തന്നെയാണോ പ്രോപ്പർ കൊല്ലങ്കോട്? കൊല്ലങ്കോട് ഇതാന്ന് തോന്നുന്നു. ഗൈസ് ഇനി ഒരു 120 കിലോമീറ്റർ ബാക്കിയുണ്ട്. കൊല്ലങ്കോടെല്ലാം കഴിഞ്ഞ് റോഡ് കുറച്ച് അബദ്ധം, കുറച്ച് കുണ്ടും കുയ്യെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും പാലക്കാടിൻ്റെ ആ ഒരു ബ്യൂട്ടിയിൽ ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ ഭയങ്കര രസം. പച്ചപ്പ് നിറഞ്ഞിക്ക് വയലും ഇതെല്ലാം ഇട്ട്. കണ്ടോ ബ്യൂട്ടി? കണ്ടോ? വാട്ട് എ ബ്യൂട്ടി. ഞാനിവിടെ നിർത്തിയിട്ട് കാണിച്ചു തരാം. പാലക്കാടിൻ്റെ ബ്യൂട്ടി. വാവ്. രണ്ട് സൈഡും പച്ചപ്പ്, പച്ച കാർപ്പറ്റ് വിരിച്ച പോലെ രണ്ട് സൈഡും പാടങ്ങൾ, കൃഷി നടക്കുന്നു. അങ്ങ് കുറേ മലകൾ, സെൻട്രലിലൂടെ നമ്മളെ ചെറിയൊരു റോഡും. എന്ത് വൈബാന്നറിയത്. പൊളിച്ച്. ഇവിടെ നിന്ന് നമുക്ക് അങ്ങനെ ഓവർ സ്പീഡിൽ പോകാൻ തോന്നില്ല ഈ കാഴ്ചകളെല്ലാം ഉള്ളതുകൊണ്ട്. ഇതൊക്കെ എൻജോയ് ചെയ്ത് നൈസായിട്ട് ഇങ്ങനെ പോണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. നമ്മൾ നെല്ലിയാമ്പതി പോയില്ലേ കഴിഞ്ഞ ട്രിപ്പ്? അപ്പോൾ അവിടെ നെന്മാറ എന്ന് പറഞ്ഞൊരു ടൗൺ എന്നല്ലേ നമ്മൾ നെല്ലിയാമ്പതിക്ക് റേറ്റ് കട്ട് ചെയ്തേ. ഇപ്പം നെല്ലിയാമ്പതി അല്ല, നെന്മാറ എത്താറായി. നെന്മാറ ടൗൺ, നെന്മാറ എത്തി. ഇനി ഇവിടുന്ന് ഹൈവേ വരെ ഒരു 14 കിലോമീറ്റർ. അത് കഴിഞ്ഞാൽ പിന്നെ കുതിരാനെല്ലാം കഴിഞ്ഞ ഒരൊറ്റപ്പെടുത്തും. ഗൈസ് നല്ല രീതിയിൽ ഡ്രൈ ആയി കിടന്ന ഞാനാണ്. എന്നെ കുളിപ്പിക്കാനായിട്ട് ഒരു സാധനം വരുന്നുണ്ടോ മേലയിൽ? ഗൈസ് നമ്മളൊന്ന് നനവും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണങ്ങി സെറ്റായി വന്നതേനു. അപ്പോഴേക്ക് എന്നെ കുളിപ്പിക്കാൻ നോക്കിയ വീണ്ടും നനഞ്ഞ്. ഇനിയിപ്പോൾ എനിക്ക് വീട്ടിൽ പോയിട്ട് ഇരട്ടിപ്പണിയായി. ഇത് ആദ്യം നല്ല ഡ്രൈ ആയി പോയിട്ടുണ്ടായി. നനഞ്ഞ ജാക്കറ്റും പാൻറ്റൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് ഉണങ്ങൂല ഇനി അങ്ങ് എത്തുമ്പോഴേക്ക്. തുമ്പി സൈഡാക്കാനൊന്നും സ്ഥലവും കിട്ടില്ല. പെട്ടെന്നായി പോയി മഴ പെയ്ത്. നനഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ റെയിൻകോട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അല്ലേ എന്ത് റെയിൻകോട്ട്? ആസിഡൊന്നും ഇല്ലല്ലോ, വെള്ളമല്ല. ഷഡ്ജം വരെ നനഞ്ഞു പോയല്ലോ. നനയുന്നതൊന്നും കുഴപ്പമില്ലേ. ഈ വൈസർ കണ്ട, ഫോഗ് പിടിച്ചിട്ട് വൈസർ പൊക്കി എൻ്റെ മൈക്കും നനയും. എന്തൊരവസ്ഥയാണ് നോക്കിയത്. നോ രക്ഷ. എൻ്റെ പൊന്നി കേട്ടോ, കണ്ണും കൂടി കാണുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ ലോട്ടറി എടുക്കാൻ ഈ മയത്ത്? ബസ്സുകാരനടിച്ച് അണ്ണാക്കി തെറിച്ചു ആള്. ഗൈസ് അങ്ങനെ നമ്മൾ NH കയറി. ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് പോവാം. ഓൾമോസ്റ്റ് വടക്കാഞ്ചേരി എത്തി. ഇത് വടക്കാഞ്ചേരി.
ഇവിടുന്ന് നമ്മൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ മാറാനാണ്. എൻ്റെ ബാറ്ററി ഹെൽത്ത് ഭയങ്കര ഷോക്കായിട്ടുണ്ട് ക്യാമറേൻ്റെ. എന്താണെന്ന് എനിക്കറിയാം. മാക്സിമം റോ ഫൂട്ടേജ് ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും. പിന്നെ മൈക്കിൻ്റെ വയർലെസ് മൈക്ക് നന്നായിട്ട് ബാറ്ററി എടുക്കുന്നുണ്ട്. കാര്യം നടക്കുന്നുണ്ട്, അതുകൊണ്ട് സമാധാനം. ഇനിയൊരു 100 കിലോമീറ്റർ എങ്ങാനേ ഉള്ളൂ ഇവിടുന്ന്. അപ്പോൾ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ കുതിരാനെത്തി. കുതിരാൻ ശരിക്കും കുതിരാനല്ല എത്തുന്നേരം മഴ പെയ്യണം. എന്നാ പിന്നെ കുതിരാൻ്റെ ഉള്ളിൽ കയറി കുത്തിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ ഇത്രയും മഴ സഹിക്കാൻ പറ്റില്ല, പിന്നെ എന്തിനാണ് പോയി ബൈക്ക് കൊടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ഞാൻ വെറുതെ പറയുന്ന കേട്ടോ, എന്തെങ്കിലും എല്ലാം പറയണ്ടേ. ഈ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു പാലം പോലത്തെ സംഭവമില്ല, അതെന്താ സംഭവം? അറിയുന്ന ആൾക്കാരുണ്ട് കമന്റ് ചെയ്യട്ടോ. കേരള ജലസേചന പിച്ചി പ്രൊജക്റ്റോ? അതെന്താ? ഇത് കനാല് വല്ലതും ആണോ? അറിയുന്ന ആൾക്കാർ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യും. എനിക്ക് എപ്പോൾ ഇതിലേ പോകുന്നുള്ള ഡൗട്ട്, അതെന്താ സംഭവം എന്നുള്ളത്. കാരണം അതിലേ കൂടെ വണ്ടി ഒന്നും മേലെ കൂടി പോകുന്നില്ല. ഇനിയിപ്പം വെള്ളം ഒഴുകുന്ന സാധനമാണോ എന്നറിയില്ല. ഓ, അപ്പുറത്തുള്ള വ്യൂ നോക്ക്. നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിൽ ഇപ്പം ക്രൂയിസ് ചെയ്യുന്നത്. കാരണം ഇനിയൊരു മഴ താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. വീട്ടിൽ വിളിച്ചു നോക്കിയപ്പോൾ അവിടെ മഴയൊന്നും ഇല്ല എന്നാ പറഞ്ഞത്. ഗായ്സ്, അങ്ങനെ അഗൈൻ ദ വേൾഡ് ഫേമസ് കൊള്ള സങ്കേതം കഴിഞ്ഞു നമ്മൾ. പാലിയക്കര. കായ്സ്, ഇതേപോലത്തെ മരമണ്ടനെല്ലാം കണ്ട ഹെവി വെഹിക്കിൾ കൊണ്ട് ഫാസ്റ്റ് ലൈനിൽ കൂടി ഉരുട്ടുന്ന ബോധമില്ലാത്ത കുറേ എണ്ണുണ്ട് റോട്ടിൽ. കുറച്ചുകൂടി ഉരുട്ട്. കായ്സ്, എത്ര കാലമായി എന്നറിയാം ഈ ഊമ്പിയ റോഡ്. അവിടെ ഒരു ഉളുപ്പും ഇല്ലാണ്ട് ടോള് വാങ്ങുന്നുണ്ട് അപ്പുറത്തുനിന്ന്. അതാണ് നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ. ഈ ടോള് കോടതിയെല്ലാം കുറച്ച് കാലം ടോള് പിരിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അന്നേരം ഒരു ന്യായം ഉണ്ടേനു. ഇപ്പം അതും ഇല്ല. ഇപ്പം പിന്നെയും പിരിവ് തുടങ്ങി. ഇത് ഈ സമയമായതുകൊണ്ടാണ്. കുറച്ചും കൂടി കഴിഞ്ഞിട്ടുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കേണ്ടി വരും. നമ്മൾ രാവിലെ അതിരപ്പള്ളി റൂട്ടിലേക്ക് കട്ട് ചെയ്ത ആ സ്ഥലമില്ല, അങ്കമാലി, അവിടെ എത്തി. ഇനിയാണ് ബ്ലോക്കിൻ്റെ കളി വരാൻ പോകുന്നത്. ബ്ലോക്കേഷ്. ഇനി HP നടിച്ചു പോട്ടെ. 123.83 പവറിൻ്റെ റേറ്റ് 1 ലിറ്ററിന്. ഈ ഡെൻസിറ്റി എല്ലാം കുറവാണല്ലോ എല്ലായിടത്തും. പവർ 5 ലിറ്റർ. ആ, 5 ലിറ്റർ അടിച്ച് 5 ലിറ്റർ മറ്റേ പവർ 95 അടിക്കാനായിട്ട് 619.15 റുപ്പീസ്. അങ്ങനൊരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ. നമ്മളങ്ങനെ എയർപോർട്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ജംഗ്ഷൻ സിഗ്നലെത്തി. ഒരു കളി കളിക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, വി ആർ റീച്ചിങ് ഹോം എനി ടൈം സൂൺ. സോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. എന്തായാലും ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം
അത്ര പൊളിയാണ് നമ്മുടെ അങ്ങോട്ടുള്ള ട്രിപ്പും തിരിച്ച് പൊള്ളാച്ചി റൂട്ടിലുള്ള റൈഡൊക്കെ സെറ്റില്ലേനാ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കൂടുതൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാൻ. പിന്നെ ചാനലിൻ്റെ കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനലും കൂടി ജസ്റ്റ് ഒന്ന് സബ് ചെയ്യുക. ബെൽ ബട്ടണും മറ്റൊന്നും മറിച്ചൊന്നും അടിച്ചു കൂട്ടിക്കൊന്നും വേണ്ട, ജസ്റ്റ് സബ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ പിന്നെയും വരാം. ഓക്കെ, അപ്പോൾ see you in the next video guys. Bye bye.